ജി ഗോപകുമാർ. പക്ഷേ ഇവിടെ ഇനി അടുത്ത പ്രക്ഷോഭം വരുന്നതും യുവാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ വഴിയുള്ള കൂട്ടായ്മകളിലൂടെയായിരിക്കും. ഇപ്പോൾ EJP എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയും പ്രതിപക്ഷത്തിന് നോക്കി നിൽക്കാനല്ലേ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരിക, ഈ ഒരു രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണോ അതോ ദൗർബല്യമായിരിക്കുമോ നിഴലിക്കുക? കാരണം പ്രതിപക്ഷ നിരയേക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലാവുമ്പോൾ. നിശ്ചയമായിട്ടും മഞ്ജുഷ പറഞ്ഞ അവസാനത്തെ നിരീക്ഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടേതൊരു പാർലമെന്ററി ജനാധിപത്യമായതിനാൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കുകയും ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പെരുമാറുകയും ചെയ്യേണ്ടത്. ഇവിടെ അത് ഉണ്ടായില്ല, അല്ലെങ്കിൽ വളരെ വൈകിയാണ് വന്നത് എന്ന് നിരീക്ഷിക്കാൻ നമ്മൾ നിർബന്ധിതമാകും. ഈ സമരത്തിന്റെ ഗുണം പ്രതിപക്ഷത്തിന് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ നിരീക്ഷിച്ചതുപോലെ ഇന്നത്തെ ഈ ഓൺലൈൻ സൈബർ യുഗത്തിൽ വളരെ പെട്ടെന്ന് ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമോ ഒരു സൈബർ കണക്ടിവിറ്റിയോ വഴി ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പാർട്ടി പ്ലാറ്റ്ഫോമുകളോ പൊതുയോഗങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ജഡിതിയിൽ ചെയ്യാൻ സാധിക്കും. അതിന് ഇത്തരം വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭണം അതൊരു വഴികാട്ടിയായി മാറിയെങ്കിൽ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തായി രൂപപ്പെട്ടു എന്ന് കരുതാനും പറ്റില്ല. ഞങ്ങള് അക്കാഡമിക്കായിട്ട് ഇതിനെ അനമിക് എന്ന് പറയും, ANOMIC, അനമിക് മൂവ്മെന്റ്സ് അഥവാ സാമ്പ്രദായികേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അപ്പൊ ഇവർക്ക് എന്ത് ഭാവിയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അണ്ണാ ഹസാരെ മുൻകാലത്ത് നടത്തിയ വലിയൊരു സമരം നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. അവ ആം ആദ്മി പാർട്ടി ആയപ്പോൾ അത് എവിടെ എത്തിയെന്ന് നമുക്കറിയാം. ജയപ്രകാശ് നാരായൺ നൽകിയ അടിയന്തരാവസ്ഥ വരുന്നതിന് മുമ്പുണ്ടായ ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ സമരം അടിയന്തരാവസ്ഥയിൽ കലാശിച്ചെങ്കിലും വലിയ പ്രതീക്ഷയിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് 2 വർഷത്തിനും തമ്മിലടിച്ചു പോവുകയും ചെയ്തു. പഴയ കാലത്ത് ജയപ്രകാശ് നാരായണനും അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വിനോബ ഭാവെ നടത്തിയ ഭൂദാൻ മൂവ്മെന്റ് നല്ല ലക്ഷ്യങ്ങളോടായിരുന്നെങ്കിലും അവിടെയും അത് പരാജയത്തിലാണ് ഭൂപരിഷ്കരണത്തിൽ എത്തിച്ചത്. ഞാനീ പറഞ്ഞു വന്നത്, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് സംഘടനാപരമായ ശക്തിയുള്ള പാർട്ടികൾ നടത്തേണ്ട ഒരു കാര്യം, വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇങ്ങനെ വന്ന് കൈയടക്കി കൊണ്ടുപോകുമ്പോൾ അതിന് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ കിട്ടുന്ന പ്രാധാന്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. ചിലപ്പോഴത് അപകട രംഗത്തെത്തും. നമുക്കത് കണ്ടതാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും കുറച്ചു കാലം മുമ്പ് ഈജിപ്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പല രാജ്യങ്ങളിലും അത് കണ്ടതാണ്. പക്ഷെ നമ്മുടെ ഒരു വലിയ രാജ്യമായതിനാൽ അത്ര പെട്ടെന്ന് അത് രാഷ്ട്രീയ അസ്ഥിരത കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള ഷോക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഷോക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ എന്താണ് അപ്പോസിഷന്റെ ചുമതല എന്നുള്ളത് ഇവിടെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസ് തീർച്ചയായിട്ടും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണ്ട എന്ന്. അത് പറഞ്ഞത് ആത്മഗതത്തിലാണോ അതോ ക്രെഡിറ്റ് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ? വാസ്തവത്തിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ പ്രതിപക്ഷ പാർലമെന്റിനകത്ത് മാത്രമല്ല പുറത്തും ചെയ്യേണ്ടതല്ലേ. ആത്മാർത്ഥമാണെന്ന് കരുതാൻ പറ്റുകയില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ തന്നെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇവർ തമ്മിൽ മത്സരിക്കുന്നുണ്ടല്ലോ എതിരായിട്ട്. ആ സ്ഥലങ്ങളിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ MABB പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന് നേരെയാണ് വിരൽ ചൂണ്ടിയത്. ജന്തർ മന്ദറിലേക്ക് രാഹുൽ ഗാന്ധി വന്നില്ലല്ലോ എന്നുള്ളത്, സമരം ഇരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്നാണ്. അതായത് പരസ്പരം ക്രെഡിറ്റ് അടിക്കുവാനുള്ള മത്സരം ഇവർ തമ്മിലും നടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ആ ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുകയും ചെയ്യും. അതെ, അപ്പൊ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ സംഭവിക്കുന്ന എന്താണ്, ഗവൺമെന്റിന്റെ വീഴ്ചകൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഗുണം കിട്ടുന്നത്, നമ്മൾ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷത്തിലേക്ക് ചെല്ലും. അങ്ങനെ പ്രതിപക്ഷത്തിലേക്ക് ചെല്ലുന്നതിന്റെ കാരണം പ്രതിപക്ഷം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിനപ്പുറം ഒരു അനമിക് മൂവ്മെന്റ്, ഒരു അൺകൺവെൻഷണൽ മൂവ്മെന്റ് ശക്തിപ്പെട്ടു വരുന്നു. ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ ആലോചിക്കുന്നത്, ഇവർ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വന്നാലുണ്ടാകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ഒരുപക്ഷെ അണ്ണാ ഹസാരയിൽ നിന്ന് മാറി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് BJPയെ തകർത്തുകൊണ്ട് 97% സീറ്റുകൾ നേടി ഡൽഹി പിടിച്ചടക്കിയ ഒരു കാലം 2014-ലും 2015-ലും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്.
അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ പ്രസക്തി എങ്ങോട്ട് പോകും? അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജോലി പാർലമെന്റിനകത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പുറത്തുമുണ്ട്. ഇത്തരം സുവർണാവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുമ്പോഴും താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തെ പ്രതിപക്ഷം വളരെ ദുർബലമാണ് എന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടികളെല്ലാം വളരെയധികം വിഭിന്നമായി നിൽക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ തന്നെ ഇവർക്ക് വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ മറികടന്ന് ഏകോപിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കോമൺ ഒരു ലീഡർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു 1989 VP സിംഗിനെ ഒരു കോമൺ ലീഡറായി പൊട്ടൻഷ്യൽ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റായി ഉയർത്തിക്കാട്ടിയതിനു ശേഷമാണ് അന്ന് 1989 അന്നത്തെ ജനതാദൾ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് VP സിംഗിന്റെ ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആണെങ്കിലും അന്ന് ഭരണത്തിൽ വരാൻ കഴിഞ്ഞത്. മറുവശത്ത് ഭരണകക്ഷി വളരെ ശക്തമാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇനി അങ്ങോട്ട് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് കുറച്ച് പാർട്ടികളെങ്കിലും ഭരണകക്ഷിയിലേക്ക് ന്യൂട്രൽ ആവുകയും മൂവുകയോ ചെയ്തു കഴിഞ്ഞാൽ പാർലമെന്റ് അകത്തുള്ള ഭൂരിപക്ഷം എങ്ങോട്ട് പോകും? ശരിയാണ്, അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. 360 എന്നുള്ള ലക്ഷ്യമാണ്. അവിടെ 1 നേഷൻ 1 ഇലക്ഷൻ കിടക്കുന്നു. അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയത്തിനുള്ള ബില്ല് ഇതെല്ലാം പാസ്സാക്കിയെടുക്കണമെങ്കിൽ 360 മൂന്നിൽ 2 വേണമല്ലോ. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. മറുവശത്ത് ശ്രീ പി ശ്യാംരാജ്, ഇവിടെ മറ്റൊരു കാര്യം, ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള പോലീസിന്റെ അതിക്രമം ഇതൊക്കെ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുകയില്ല. അതാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും. അല്ലാതെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ച ഭേദഗതി നിയമം അതിനെ എതിർക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ബിൽ പാസ്സാകുവാൻ സഹകരിക്കുന്നുമുണ്ട്. നോക്കൂ മഞ്ജുഷ, അതാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത്. അക്കാര്യം തന്നെയാണ്. ചർച്ചകൾ നടക്കട്ടെ, അതിൽ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? ചർച്ചകൾ നടക്കട്ടെ, അതിനകത്ത് അതിൻ്റെ പരിഹാരങ്ങൾ ഉരുത്തിരിയട്ടെ, കേസുകൾ വരട്ടെ, അതിൻ്റെ ശിക്ഷ ഒക്കെ നടക്കട്ടെ. അതിനകത്തൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇവർ ഏകപക്ഷീയമായിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴാണ്, മറ്റേ കാര്യങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം. അതാണ് ചോദിക്കുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം മാത്രമായിട്ട് അവിടെ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി കോൺഗ്രസ് പാർട്ടി ഇത് പറയുമ്പോൾ അവരുടെ ആത്മാർത്ഥത എന്താണെന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ? കോൺഗ്രസ് പാർട്ടി അവർക്ക് അധികാരം വരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ, നിലവിലെ ഈ പറയുന്ന നീറ്റ് പരീക്ഷാ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ ആത്മാർത്ഥത എന്താണ്? ചരിത്രം നമ്മൾ എത്ര തവണ നിങ്ങളെപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് സമരങ്ങൾ പണ്ട് നടന്നിട്ടില്ല. അല്ല, അവര് മോശമായത് കൊണ്ടാണല്ലോ നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചത്. അപ്പോൾ പിന്നെ അവരുടെ കാലത്ത് നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ കാലത്ത് നടന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ള ആ പതിവ് രീതി അത് മാറ്റിവെക്കണം. അതല്ല അങ്ങനല്ല. അങ്ങനെ ഒരു അത് ഞാൻ ചോദിക്കുന്നേയില്ല. അവരുടെ കാലത്ത് നടന്നുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് നടന്നുകൊണ്ട് അങ്ങനെ ഒരു ന്യായീകരണമേ എനിക്കില്ല. അങ്ങനെ ഒരു ന്യായീകരണം കേന്ദ്ര സർക്കാരിനില്ലല്ലോ. അവരുടെ സ്ഥലത്ത് അവരുടെ അങ്ങനെയെങ്കിൽ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടെ അവരുടെ കാലഘട്ടത്തിൽ എത്രയോ ചോദ്യപേപ്പർ ചോർന്നു. അതാണല്ലോ പ്രധാനമായിട്ട് ന്യായവാദമായിട്ട് ഉന്നയിക്കുന്നത്. അവരുടെ കാലത്ത് ചോർന്നല്ലോ, അവരുടെ കാലത്ത് ചോർന്നല്ലോ എന്നുള്ള ഉദാഹരണമാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു ന്യായവാദത്തിനല്ല മഞ്ജുഷ. അവിടെ പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ഇത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.